ഹായ് കൂട്ടുകാരെ, കുഞ്ഞുമോൾ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലെ പല്ലി, പാറ്റ, ഉറുമ്പിനെയൊക്കെ കൊല്ലാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം വെച്ചിട്ട് നമ്മളൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കൂടെ കാണിക്കാൻ പോണത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇവയൊക്കെ തുരത്താൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാ ഈ പനിക്കൂർക്കയില്ലേ, പനിക്കൂർക്ക കുട്ടികൾക്കൊക്കെ ജലദോഷം വന്നാൽ ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് കേട്ടോ ഈ പനിക്കൂർക്ക. പക്ഷേ ഈ സാധനം വെച്ചിട്ട് നമുക്ക് പല്ലീനെയും പാറ്റേനെയും ഒക്കെ തുരുത്താൻ പറ്റും കേട്ടോ. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതേപോലത്തെ കർട്ടൻ്റെ സൈഡിലൊക്കെയാണ് കേട്ടോ ഈ പല്ലികളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഈ കാണുന്ന ഭാഗങ്ങളൊന്നും വന്നിരിക്കില്ല. ഇങ്ങനത്തെ ചെറിയ ചെറിയ ഒളിച്ചിരിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലങ്ങളിലാണ് കേട്ടോ ഇവറ്റ് വന്ന് ഒളിച്ചിരിക്കുക. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതേപോലത്തെ പനിക്കൂർക്കൊക്കെ കൊടുത്തിട്ട് ഇടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ കൈ കൊണ്ടൊന്ന്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അലിയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് നുള്ളി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു നല്ലൊരു മണമാണ് കേട്ടോ ഇത് വരുന്നത് ഈ സാധനത്തിന്, ഈ പനിക്കൂർക്കയ്ക്ക്. എന്നിട്ട് നമ്മുടെ കർട്ടൻ്റെ ഇടയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂക്കിയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ അടുക്കളയിലൊക്കെ നമ്മൾ ആരും ഇല്ലെങ്കിൽ തന്നെ ഈ പല്ലികളൊക്കെ ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇല കുറച്ച് പൊട്ടിച്ചിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇതേപോലെ പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് പിച്ചി ചീന്തും. ഇങ്ങനെ പിച്ചി ചീന്തുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മണമായിട്ടാട്ടോ തോന്നുന്നു ഈ പനിക്കൂർക്കയുടെ മണം. എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ജനലയുടെ കരുത്ത് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കും. ഈ ഭാഗത്തൊക്കെയാണ് കേട്ടോ പല്ലികൾ വരിക. പിന്നെ എയർ ഹോളിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇറങ്ങി വരിക. നമ്മൾ ഇല്ലാത്ത നേരത്താണ് കേട്ടോ ഇതൊക്കെ ഇറങ്ങി വരിക. പിന്നെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീതനേമയൊക്കെ വന്ന് ഇരിക്കും. അപ്പോൾ ഇതുപോലെ ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഇതേപോലെ പിച്ചി വയ്ക്കും. അപ്പോൾ ഇതിൻ്റെ മണം അറിഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റങ്ങോട്ട് വരില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ആക്കി നമ്മൾ എണ്ണയും ഇതൊക്കെ വെക്കുന്ന ഭാഗത്തേക്കാണ് ഈ പല്ലി, ഉറുമ്പ് അങ്ങനത്തെ സാധനങ്ങൾ വരിക. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ കൈ കൊണ്ട് ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കണം. നല്ല സോഫ്റ്റായ ഇലയാണ് കേട്ടോ. അപ്പം എന്നിട്ട് നമുക്ക് ഈ അടുക്കളയുടെ ജനലേമയൊക്കെ ഇതേ പറഞ്ഞ പോലെ തൂക്കിയിടുക. ഇനി അടുത്ത ടിപ്പാണ് നമ്മളിതേ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇതേ ഒരു മീഡിയം സൈസ് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഇപ്പോൾ ഞാൻ ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ. അത് ആ വെളുത്തുള്ളിയുടെ തൊലിയൊന്നും കളയണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണ് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 5-6 അല്ലി മാത്രമാണ് കേട്ടോ എടുക്കുന്നുള്ളൂ. ഒരുവിധം മീഡിയം സൈസുള്ള നല്ല വലിപ്പമുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് വരാം. അപ്പോൾ ചതച്ചിട്ട് വന്നിട്ടുണ്ട്. തൊലിയൊന്നും കളയാണ്ട് കേട്ടോ ചതച്ചിട്ടുള്ളത്. പിന്നെ നേരെ നമുക്ക് ആവശ്യമുള്ളത് എന്താ വെച്ചാൽ ഡെറ്റോളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡെറ്റോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതൊരു മൂടി എടുത്തിട്ട് കുറച്ചൊരു മൂടി കൂടി ഒഴിച്ചൊന്ന് ജസ്റ്റ് ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ വെളുത്തുള്ളി ചതച്ചിട്ടുള്ള മിക്സിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയൊരു കട്ടിയിലാണ് കേട്ടോ ഞാൻ ഈ മറ്റേ ഡെറ്റോളൊന്ന് മിക്സ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിലൊന്ന് നമുക്കിത് കുറച്ച് നേരം നമ്മുടെ ഈ വെളുത്തുള്ളി ചതച്ചയിൽ നമ്മുടെ ഡെറ്റോൾ ഒഴിച്ചിട്ട് ഒന്ന് മുക്കി വയ്ക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിരുമ്പിയിട്ട് നമ്മുടെ ഈ വെളുത്തുള്ളിയുടെയും ഡെറ്റോളിൻ്റെയും നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ മിശ്രിതം നമുക്കിതേ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് തെളിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഉറുമ്പ്, പാറ്റ അങ്ങനത്തെ സാധനങ്ങളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നമുക്കത് കുറച്ച് നേരം ഒന്ന് വെക്കണം കേട്ടോ. എന്നാലാണ് വെളുത്തുള്ളിയുടെയൊക്കെ ഫ്ലേവർ ഈ ഡെറ്റോളിലേക്ക് നല്ലോണം അതിൻ്റെ സ്മെല്ല് ഇറങ്ങുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതേപോലത്തെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളി നന്നായി അരച്ച് ചേർക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് നേരം ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. മിക്സിയിൽ ഇപ്പോൾ ഇത് കുറച്ചുള്ള കാരണം ഞാൻ അരച്ച് ചേർക്കേണ്ടായത് കേട്ടോ. നിങ്ങൾക്കത് അരയ്ക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരച്ച് നന്നായി ചേർക്കുകയാണെങ്കിൽ ഇതൊരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. നമ്മുടെ പല്ലിക്കൊന്നും ഇതങ്ങോട്ട് പിടിക്കില്ല, പല്ലിക്കും ഉറുമ്പിനൊക്കെ. ഇപ്പോൾ ഈ പല്ലി വരുന്ന ഈ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് ആ സാധനങ്ങൾ വരില്ല കേട്ടോ. പിന്നെ ഇതൊരു 2 ആഴ്ചയൊക്കെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തെളിച്ചിടയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ജലനയുടെ അടുത്തും നമ്മുടെ എയർ ഹോളിൻ്റെ അവിടെയൊക്കെ ഒന്ന് തെളിച്ച് വരികയാണെങ്കിൽ ഈ സംഭവം വരില്ല കേട്ടോ. നമ്മൾ ഈ സ്ലൈഡിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഇടയ്ക്ക് നമ്മളിത് തുണി മുക്കിയിട്ട് ഒന്ന് തുടയ്ക്കുകയാണെങ്കിൽ പല്ലി പരിസരത്ത് പോലും വരില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. പിന്നെ ഉറുമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് തെളിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉറുമ്പിനെ കണ്ടപ്പോൾ ഒന്ന് തെളിച്ച് കൊടുപ്പോൾ ഉറുമ്പൊക്കെ ഒന്ന് മയങ്ങി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോലെ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.